കഴിഞ്ഞ ദിവസം ഒരു മുസ്ലിം പെൺകുട്ടി ഭർത്താവിൻ്റെ പീഡനം സഹിക്കവയ്യാതെ ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. പേരിന് ഒരുപക്ഷെ നമ്മൾ മുസ്ലിം പെൺകുട്ടി എന്നൊക്കെ പറയേണ്ടി വരും. അതായാലും മുസ്ലിം പെൺകുട്ടി മരണപ്പെടാൻ ആത്മഹത്യ ചെയ്യപ്പെടാനുള്ള കാരണം അവിടെ ചർച്ച ചെയ്യപ്പെടുന്നില്ല. അതേപോലെ വലിയ വാർത്തയാവാതിരിക്കുന്നത് സംഘപരിവാര ക്രിമിനലാണ്, RSS പ്രവർത്തകനാണ് ഈ ആത്മഹത്യ പ്രേരണ കുറ്റവുമല്ല, സത്യത്തിൽ കൊലക്കുറ്റത്തിന് കേസെടുക്കേണ്ട ഒരു വകുപ്പാണ്. ഒരു പെൺകുട്ടി തൻ്റെ വീട്ടിലെ ഡൈനിങ് ഹാളിലെ ഫാനിന് മുകളിൽ ആത്മഹത്യ ചെയ്ത് തൂങ്ങി ആടുമ്പോഴും അയാളുടെ മുഖത്ത് എന്തോ ഒരു വീരചക്ര അല്ലെങ്കിൽ എന്തോ ഒരു ഒളിമ്പിക്സിൽ പങ്കെടുത്തുകൊണ്ട് വിജയിച്ചു നിൽക്കുന്ന ഒരു ആരവം ആ മുഖത്ത് കാണാമായിരുന്നു. പെട്ടെന്ന് തൻ്റെ പ്രിയതമ അല്ലെങ്കിൽ തൻ്റെ സഹധർമ്മിണി ആത്മഹത്യ ചെയ്തോ കാണുമ്പോഴുണ്ടാകുന്ന അമ്പരപ്പോ ഞെട്ടലോ അല്ല ആ മുഖത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പകരം ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ വളരെ കൃത്യമായി നടന്നു എന്ന ഒരു ആശ്വാസവും ഒരു പ്രതീക്ഷയുമാണ് നമുക്ക് ആ മുഖത്ത് കാണാൻ സാധിക്കുന്നത്. RSS പ്രവർത്തകനായ അരുൺകുമാർ എന്ന് പറയുന്ന ഈ ഭർത്താവ് യുവമോർച്ചയുടെ ഏഴാംകുളം ഏരിയ കൺവീനർ കൂടിയാണ് ഈ പറയുന്ന അരുൺകുമാർ എന്ന് പറയുന്ന RSS പ്രവർത്തകൻ. ഇയാൾ ബോധപൂർവം അല്ലെങ്കിൽ കൊന്നു കെട്ടി തൂക്കിയതാണ് എന്ന് വരെ നമുക്ക് പറയേണ്ട രീതിയിൽ വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഷഹാന കൊല്ലപ്പെട്ടപ്പോൾ, ഷഹാന ആത്മഹത്യയ്ക്ക് വിധേയമായപ്പോൾ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്ത് പോലും വളരെ കൃത്യമായി പറയുന്നുണ്ട് ഷഹാന എന്ന് പറയുന്ന പെൺകുട്ടി വളരെ ക്രൂരമായ പീഡനങ്ങൾക്ക് ഇരയായിട്ടുണ്ട് എന്ന്. ഇത്രമേൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉണ്ടായിട്ട് പോലും ഇയാളുടെ പേരിൽ നരഹത്യക്ക് കേസെടുക്കാത്ത ഒരു കാഴ്ചയാണ്. മുസ്ലിം പെൺകുട്ടിയായ ഈ ഷഹാന തൻ്റെ ഭർത്താവിനെയും കുട്ടികളെയും ഉപേക്ഷിച്ചുകൊണ്ടാണ് ഇന്നലെ കണ്ട ഈ ഒരു RSS പ്രവർത്തകൻ്റെ കൂടെ ഒളിച്ചോടിയത്. RSSകാരൻ ചിരിയും സ്നേഹവും പ്രണയവും ഒക്കെ കാണിക്കുമ്പോൾ, വലിയ അടുപ്പവും വലിയ സ്വഭാവശീലവും ഒക്കെ, നല്ല സ്വഭാവ ഗുണങ്ങളൊക്കെ കാണിക്കുമ്പോൾ അത് കണ്ട് അറിയാതെ അതിലേക്ക് വഴുതി വീഴുകയും തനിക്ക് കിട്ടാൻ പോകുന്നത് കുലച്ചോറാണ് എന്നും തൻ്റെ മരണം കണ്ടിട്ട് ഇത്തരത്തിലുള്ള RSS പ്രവർത്തകരുടെ ഇത്തരത്തിലുള്ള RSS പ്രവർത്തകർക്ക് ആശ്വാസമുണ്ടാവുകയുള്ളൂ. അതാണ് ഇവരുടെ ജീവിത ലക്ഷ്യമെന്ന തിരിച്ചറിവ് പോലും നഷ്ടപ്പെടാതെ, അറിവ് പോലും ലഭിക്കാതെ ഇത്തരത്തിൽ RSS പ്രവർത്തകൻ്റെ കൂടെ ഒളിച്ചോടുന്ന ആളുകളുടെ അവസ്ഥ ഇതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇതൊരു മുസ്ലിം സ്ത്രീയും അതോടൊപ്പം തന്നെ ഒരു ഇസ്ലാമിക ചുറ്റുപാടുമുള്ള ഒരു കുടുംബത്തിലാണ് ഇത്തരത്തിലൊരു സംഭവ വികാസം ഉണ്ടായിരുന്നെങ്കിൽ വലിയ ചർച്ചയൊക്കെ ആവുമായിരുന്നു. ഇത്തരം വിഷയത്തിൽ ഇത്രയും ക്രൂരമായ ഒരു പീഡനം നടന്നിട്ട് പോലും സ്ത്രീപക്ഷ പുരോഗമനവാദികൾ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കുറേ ഫെമിനിസ്റ്റുകളുണ്ട്. അവർക്കൊക്കെ വലിയ മിണ്ടാട്ടം ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. RSS പ്രവർത്തകൻ്റെ കൊടുംചതി മുസ്ലിം സ്ത്രീകളെ എങ്ങനെയാണ് തേടിയെത്തുന്നത്? പ്രണയം നടിച്ചുകൊണ്ട് ഇന്നലെ കണ്ട ഏതെങ്കിലും സോഷ്യൽ മീഡിയകളിലൂടെ വഴിയിലൂടെയോ ഏതെങ്കിലും വാഹനത്തിൽ വെച്ചോ പരിചയപ്പെട്ട RSS പ്രവർത്തകനുമായി നല്ല ബന്ധം ഉണ്ടാക്കിയതിന് ശേഷം ഒരു ദിവസം അവൻ്റെ കൂടെ ഒളിച്ചോടുമ്പോൾ അവരുടെ അവസ്ഥ ഇതായിരിക്കുമെന്ന് ഇനിയെങ്കിലും ഇത്തരത്തിൽ ഒളിച്ചോട്ടക്കാർ മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ ഫുൾ ടൈമായി നടക്കുന്ന RSS പ്രവർത്തനം ഫുൾ ടൈമായി നടത്തിക്കൊണ്ട് RSSന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച കുറേ RSS പ്രവർത്തകരുണ്ട്. അത്തരം പ്രവർത്തകർ സത്യത്തിൽ സ്വസമുദായത്തിൽ നിന്ന്, ഹിന്ദു സമൂഹത്തിൽ നിന്ന് പെണ്ണ് കിട്ടാത്ത അവസ്ഥയാണ്. കുടുംബം പോറ്റാത്ത ഏതോ സംഘടനയ്ക്ക് വേണ്ടി തല്ലും കൂടി വർഗീയത പറഞ്ഞുകൊണ്ട്, പരമവിദ്വേഷം പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഇത്തരം RSSകാർക്ക് സ്വന്തം സമുദായത്തിൽ നിന്ന്, സ്വന്തം സമൂഹത്തിൽ നിന്ന് പെണ്ണ് കിട്ടാത്ത അവസ്ഥയിലാവുമ്പോൾ അവരെ സംബന്ധിച്ചോളം ഇത്തരത്തിൽ വല്ലവൻ്റെയും ഭാര്യയെ വല്ലവൻ്റെയും അന്യസമുദായത്തിലെ വല്ല പെൺകുട്ടിയെയും വല്ലവൻ്റെയും മകളെ ഒളിച്ചോടുക എന്നത് മാത്രമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഏക മാർഗം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഇരയും തേടി പോകുന്ന ആളുകളുടെ ഒരു കുരുക്കിലേക്കാണ് സത്യത്തിൽ ഇത്തരത്തിലുള്ള പെൺകുട്ടികൾ വന്ന് ചാടുന്നത്. RSS പ്രവർത്തകൻ നല്ല
സ്വഭാവവും നല്ല ശീലവും നല്ല സ്നേഹവുമൊക്കെ കാണിച്ചുകൊണ്ട് കൂടെ കൂടുമ്പോൾ ഇത്തരത്തിലുള്ള പെൺകുട്ടികൾ മനസ്സിലാക്കേണ്ടത് ഇതിന് പിന്നിൽ വലിയ ഒരു ഒളി അജണ്ടയുണ്ടെന്നും കൃത്യമായ ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് പ്രവർത്തിക്കുന്നത് എന്നും അതിനുവേണ്ടിയുള്ള ഫണ്ടിങ് വരെ സംഘപരിവാരം അവർക്ക് കൊടുക്കാൻ യാതൊരു ഉളുപ്പുമില്ല എന്ന ഒരു തിരിച്ചറിവെങ്കിലും മുസ്ലിം സമൂഹത്തിലെ ഇത്തരം പെൺകുട്ടികൾക്ക് ഉണ്ടാവേണ്ടതുണ്ട്.